വേദികൾ ഇങ്ങനെ വിവിധ ഇനത്തിൽ മത്സര ഇനങ്ങളുമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. സദസ്സും അതേപോലെ തന്നെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നു. നമുക്കൊപ്പം ചേരുന്ന അതിഥികളൊക്കെയും പറയാറുണ്ട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇനം ഏതാണ്, അത് കാണാനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് എന്നതൊക്കെ. ആ ദിവസങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കടന്നിരിക്കുന്നത്. വളരെ സന്തോഷകരമായ നിറഞ്ഞ സന്തോഷമുള്ള ദിവസങ്ങളിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുജു ചിബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു ദിവസമായി ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി കൊല്ലത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വിദ്യാഭ്യാസ മന്ത്രി സുജുവിനൊപ്പം ഈ കാലാവസ്ഥ സംബന്ധിച്ച വലിയ ആശങ്കയൊന്നും വേണ്ട എന്ന തരത്തിലൊക്കെയും സംസാരിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ വിവിധ വേദികളിലേക്ക് കാണികളുടെയും ഒപ്പം മത്സരാർത്ഥികളുടെയും ഒരു ഒഴുക്ക്? കാവ്യ സൂചിപ്പിച്ചുള്ള മഴ കാര്യമായി ബാധിക്കില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ വേദിയിലേക്കെല്ലാം വലിയ തോതിൽ തന്നെ ആസ്വാദകർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ വേദി 1 OMV സ്മൃതിയിൽ മോഹിനിയാട്ടം, 2 നാടകം, പിന്നെ ഭരതനാട്യം, നാടോടി നൃത്തം, പൂരക്കളി, കുച്ചിപ്പിടി തുടങ്ങി തുള്ളൽ, ചാക്യാർകൂത്ത്, കഥകളി തുടങ്ങിയ ഇനങ്ങളാണ് ഇപ്പോൾ ഓരോ വേദികളായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വേദി 1 OMV സ്മൃതിയിലാണ് ഉള്ളത്. ധാരാളം ആളുകളാണ് ഈ കലാ മാമാങ്കം കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ്? ഞങ്ങൾ വിമല ഹൃദയത്തിൽ വിമലയിൽ നിന്ന് വരുന്നത്. എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? അടിപൊളി. അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്, മെച്ചമാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നിൽക്കുക. നല്ലതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? അങ്ങനെയൊന്നുമില്ല. എന്റെ ഇഷ്ടപ്പെട്ട ഭരതനാട്യമാണ്. അത് മോഹിനിയാട്ടാ. ഭരതനാട്യം എപ്പോഴാ? ഭരതനാട്യം എപ്പോഴാന്നൊന്നും അറിയത്തില്ല, സമയം അറിയത്തില്ല അല്ലേ? പക്ഷെ ഇഷ്ടപ്പെട്ടതാ. അതിനും ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ട്. ഇത് നോക്കി കണ്ടുപിടിച്ച് പോകണം കേട്ടോ. അപ്പം അതായത് കാവ്യ, ആളുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഓരോ ഐറ്റം തേടി എത്തുവാണ്. ധാരാളം ആളുകളാണ് ഈ കലോത്സവത്തിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായിരിക്കുന്ന കേരളത്തിൻ്റെ സ്കൂൾ കലോത്സവം വേദിയിലേക്ക് എത്തുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോടും ചോദിക്കാമെന്നാണ്. എങ്ങനെയുണ്ട് പരിപാടികൾ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? ഇഷ്ടപ്പെട്ട ഐറ്റം? അപ്പം ആളുകൾ ധാരാളം എത്തുന്ന, അതായത് ആദ്യം രാവിലെ മുതൽ തന്നെ ഈ ഓരോ സ്റ്റേജിലും പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകൾ ഈ കലാ ഉത്സവത്തിൽ കാണുവാൻ വേണ്ടി ആസ്വാദകരായി എത്തുന്ന ഒരു കാഴ്ചയാണ്. അതായത് കൊല്ലം ജില്ലയിലും കലോത്സവം അതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയായ രീതിയിൽ തന്നെ പോകുകയാണെന്നാണ് നമുക്ക് പറഞ്ഞു വെക്കുവാൻ സാധിക്കുന്നത്. കാവ്യ.